മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 2026-27 അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രവേശനോത്സവം ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂൺ 1 ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഹരിദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂൾ പാലിയത്തെ അച്ഛന്റെ കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്ന പാലിയത്തെ അച്ഛൻ അവരുടെ കുടുംബ സ്വത്തായി കൊണ്ടു നടന്നിരുന്ന ഈ പാലിയം സ്കൂൾ ഇന്ന് നമ്മുടെ ജാതികൾക്ക് അതീതമായി സ്കൂളുകൾ വിട്ടുകൊടുക്കുകയും ആ സ്കൂൾ വിട്ടുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാലിയം സ്കൂളായി പാലിയം ഗവൺമെന്റ് സ്കൂളായി മാറി. ഈ പാലിയം ഗവൺമെന്റ് സ്കൂൾ വിട്ടു തന്നതിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. നമ്മൾക്കറിയാം, കൊച്ചുമക്കൾ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഉണ്ടാകുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ അതാണ് മാറി വരുന്ന ഗവൺമെന്റുകളടക്കം നമ്മുടെ പഞ്ചായത്തുകളടക്കം അവർക്ക് വേണ്ടുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വേണ്ട രീതിയിൽ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു. ഹെഡ്മാസ്റ്റർ അജയൻ A സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സത്യപാലൻ NK അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിത്യ ടീച്ചർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. 2026 SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണി ടീച്ചർ സമ്മാനദാനം നിർവഹിച്ചു. ഷിബു ചേരമൻ തുരുത്തി, ആൽട്ടിൻ K ജോബോയ്, ബിസി അജീഷ്, ഷീബ പ്രദീപ്, വാർഡ് മെമ്പർ അശ്വതി, മുൻ PTA പ്രസിഡന്റ് അഗസ്റ്റിൻ ആലപ്പാട്ട്, SMC ചെയർമാൻ K കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പ്രിൻസിപ്പൽ സുനിത രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിൽ ധാരാളം വിദ്യാർത്ഥികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഒരു വർഷമാണ്. സാധാരണഗതിയിൽ ആദ്യത്തെ 2-3 ആഴ്ചകൾ അല്ലെങ്കിൽ ജൂൺ മാസം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വരാറുള്ളത് എങ്കിൽ ഇത്തവണ വെക്കേഷനിൽ തന്നെ TC വാങ്ങി നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം മുൻവർഷത്തേക്കാൾ കൂടുതലാണ്. 2-3 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു സ്ട്രെങ്ത് പരിശോധിച്ചാൽ അതോടൊപ്പം കുട്ടികൾ ഉണ്ടായിരുന്ന പല സ്കൂളുകളും ഇന്ന് വളരെ ശോഷിച്ച് കുട്ടികളുടെ എണ്ണം 2 അക്കം തികയ്ക്കാനാവാതെ നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ ഈ ഓരോ വർഷവും തികച്ചും പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഓരോ വർഷവും കുട്ടികളുടെ എണ്ണത്തിൽ 10% വീതം വർധന ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പറവൂർ.